ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ ഏറ്റവും അധികം ആരാധകർ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസ് സീസൺ 4-ന്റെ വിന്നറാകുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്നെങ്കിലും സഹമത്സരാർത്ഥിയെ അടിച്ചതിന് റോബിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. റോബിനെ പുറത്താക്കിയതിന് പിന്നാലെ ആരാധകർ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാധകരെ മുഴുവൻ സങ്കടത്തിലാക്കിക്കൊണ്ടാണ് റോബിൻ ഒരു പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. കോവിഡ് വന്നതിന് ശേഷം തന്റെ ലങ്സ് കപ്പാസിറ്റി ഭയങ്കരമായി കുറവായിരുന്നുവെന്നും അതുകാരണം തനിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും കിതപ്പുണ്ടായിരുന്നുവെന്നുമാണ് റോബിൻ പറഞ്ഞത്. ഡോക്ടറെ കണ്ടപ്പോഴാണ് തനിക്ക് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റമാണെന്ന് കണ്ടെത്തിയത്. മൂക്കിന് ചെറിയ വളവും ചെറിയൊരു മാംസത്തിന്റെ വളർച്ചയുമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞുവെന്നാണ് റോബിൻ പറയുന്നത്. നവംബർ 22-ന് സർജറിയാണെന്നും 21-ന് ഹോസ്പിറ്റലിൽ പോകുമെന്നുമാണ് റോബിൻ പറയുന്നത്. റൈനോപ്ലാസ്റ്റി ആണെന്നും ഒരാഴ്ച വരെ നേസൽ പാക്കേജ് ഉണ്ടാവുമെന്നും 1 മാസം വരെ മുഖത്ത് വീക്കം ഉണ്ടാവുമെന്നുമാണ് താരം പറയുന്നത്. ശ്വാസം ശരിയായി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ശരീരത്തിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അതുകാരണം ക്ഷീണവും തലകറക്കവും വണ്ടിയോടിക്കുമ്പോൾ ഇരുട്ട് കയറുന്നതുപോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് റോബിൻ പറയുന്നത്. ചെറിയ രീതിയിൽ BP ഉണ്ടായിരുന്നു. BP ഉയർന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെന്നായിരുന്നു കരുതിയിരുന്നതെന്നുമാണ് റോബിൻ പറയുന്നത്. നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തുന്നത്. സർജറി നന്നായി നടക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഡോക്ടർക്കൊപ്പം എന്നും ഉണ്ടാകും. എല്ലാം അതിജീവിച്ച ഡോക്ടർക്ക് ഇതൊക്കെ കടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഡോക്ടർക്ക് എപ്പോഴും ഉണ്ടാകും. സർജറി കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത ഡോക്ടർ വീണ്ടും വരണം. കാത്തിരിക്കുന്നു. എനർജറ്റിക്കായി ഡോക്ടറെ വീണ്ടും കാണാൻ എന്നിങ്ങനെ പോവുകയാണ് ഡോക്ടറിന്റെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ.